Hi everyone, this is Jebin Sir from Evika. നമ്മുടെ iOS 18.2-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ വന്നിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഡിവൈസിൽ വന്ന ബഗ് ഫിക്സസ്, ബഗുകൾ, പെർഫോമൻസ്, പിന്നീട് ഒഫീഷ്യൽ അപ്ഡേഷനിൽ വിട്ടുപോയ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി കുറേ കൂട്ടുകാർക്ക് ഇമേജ് പ്ലേ ഗ്രൗണ്ടിൻ്റെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ആയി പോയാൽ എങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കുറേ പേർക്ക് അറിയില്ല. ആ എല്ലാ ഡൗട്ടും ഈ ഒരു ഫോളോ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ എന്തായാലും ഫുൾ വീഡിയോ കാണുക. കാരണം കുറേയധികം കൂട്ടുകാർ പറയുന്നുണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തില്ല, കമൻറ്റിൽ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു. ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് കമൻറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ചെയ്ത് അപ്പം തന്നെ വെറുതെ റിലീസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പുറകിൽ കുറേയധികം വർക്കുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം കണ്ടാണ് ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. ആ ഒരു എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അപ്ഡേഷൻസ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് യു ബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്കൊരു ഈസ്റ്റർ എഗ്ഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആപ്പിൾ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് പോയി കണ്ടിട്ട് ലെറ്റ് ഇറ്റ് സ്നോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ആപ്ലിക്കേഷനുള്ളിൽ ഒരു സ്നോ ഫ്ലേക്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്ന ഈ ഒരു ക്രിസ്മസ് ടൈമിലുള്ള ചെറിയൊരു ഈസ്റ്റർ എഗ്ഗാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ കൺട്രിയിലും അവൈലബിൾ അല്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം വന്ന അടുത്തൊരു മാറ്റമാണ് നമുക്ക് സഫാരി എന്ന ആപ്ലിക്കേഷനിൽ കുറേയധികം അടിപൊളി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. സഫാരി എന്ന് ടൈപ്പ് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം നേരെ സഫാരി എടുക്കാം. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ബ്രൗസിംഗ് ആപ്പ് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെർച്ച് ബ്രൗസർ ഉണ്ടെങ്കിൽ ഇവിടെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ സെർച്ച് എഞ്ചിനും നമുക്കിനി മുതൽ മാറ്റാൻ പറ്റും. ഗൂഗിൾ, യാഹൂ, ബിങ്, ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സെർച്ച് എഞ്ചിൻ സെലക്ട് ചെയ്ത് ആ ഒരു ബ്രൗസിങ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. നേരെ ബാക്കിലേക്ക് പോവാം. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററിയും വെബ്സൈറ്റ് ഡാറ്റാസും വേറൊരു ഡിവൈസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അതേപോലെ വേറൊരു ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ഓരോ ബ്രൗസിംഗ് ഹിസ്റ്ററീസും ഡാറ്റാസും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമാണ് ഈ പറയുന്ന പുതിയ സഫാരിയിൽ വന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സഫാരി ആപ്ലിക്കേഷനിലാണ്. നേരെ ആപ്ലിക്കേഷൻ എടുക്കുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. 6 പുതിയ വാൾപേപ്പേഴ്സ് അല്ലെങ്കിൽ 6 പുതിയ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നത്. നോക്കുമ്പോൾ മനസ്സിലാവും 1, 2, 3, 4, 5, 6 പുതിയ വാൾപേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ലൈവ് ആക്ടിവിറ്റി ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും വലിയ ഹ്യൂജ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന 1 GB ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയിട്ട് ഈ പറയുന്ന 1 GB ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ആ ടെസ്റ്റിമോണിയൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡൗൺലോഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഡൈനാമിക് ഐലൻഡിൽ ഈ ഒരു ഡൗൺലോഡിങ് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഹോം സ്ക്രീനിലും ഈ പറയുന്ന ഡൗൺലോഡിങ് ഓപ്ഷൻസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സ്റ്റോക്സ് ആപ്പിലാണ്. നേരെ സ്റ്റോക്ക് ആപ്പ് എടുക്കാം. ഈ ഒരു സ്റ്റോക്സ് ആപ്പിൽ പോയി കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞ പർച്ചേസ് പ്രൈസ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു അപ്ഡേഷൻ കുറേയധികം ഇൻട്രാ സ്റ്റോക്സും അതേപോലെ ഡെയിലി സ്റ്റോക്ക് ചെയ്ത് നോക്കുന്ന കൂട്ടുകാർക്കും നല്ല രീതിക്കുള്ളൊരു മാറ്റമാണ് അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായൊരു മാറ്റമാണ് ഈ വന്നിരിക്കുന്ന ആഫ്റ്റർ അവേഴ്സ് എന്ന ഓപ്ഷൻ. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലാണ്. നേരെ നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലേക്ക് പോകാം. ഈ ഒരു പോഡ്കാസ്റ്റ് ആപ്പിൽ നമ്മുടെ ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അടിച്ചിട്ടുള്ള കുറേയധികം സെർച്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ യൂഷ്വലി കേൾക്കുന്നതും അതേപോലെ എൻ്റെ ഫേവറേറ്റ്സുമായിട്ടുള്ള പോഡ്കാസ്റ്റാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ 2024
എല്ലാം റിവ്യൂ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്, മാനേജ്മെൻറ്റ്, ബിസിനസ്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നിങ്ങനെ എല്ലാ പുതിയ കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ആപ്പ് ഇപ്പോൾ സെർച്ച് എഞ്ചിൻ അലൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് വന്ന ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ഇമേജ് പ്ലേഗ്രൗണ്ട് ആപ്ലിക്കേഷൻ അൺഫോർച്ചുനേറ്റായിട്ട് അൺഇൻസ്റ്റാൾ ആയി പോകുന്നുണ്ട്. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ ഞാനിപ്പോൾ ഇമേജ് പ്ലേഗ്രൗണ്ട് സെർച്ച് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അത് 100% വർക്ക് ചെയ്യുന്ന ഒരു മെത്തഡാണെന്ന് ഞാൻ ഒരിക്കലും കൺഫേം ചെയ്യില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 95% വരെ ഈ ഒരു ഇമേജ് പ്ലേഗ്രൗണ്ട് ആപ്ലിക്കേഷൻ തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നേരെ ഈ പറയുന്ന ജനറൽ ഓപ്ഷൻ എടുക്കാം. ജനറൽ പോയി ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് ഐഫോൺ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇവിടെ റീസെറ്റ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണിക്കും. ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനായ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മേക്ക് ഷുവർ ഈ ഒരു നെറ്റ്വർക്ക് സെറ്റിങ്സ് നിങ്ങൾ റീസെറ്റ് ചെയ്യുമ്പോൾ വൈഫൈ പാസ്വേഡ് അങ്ങനെ വേണ്ട കുറച്ച് നെറ്റ്വർക്ക് പാസ്വേഡ്സ് ഡിലീറ്റ് ആയി പോകും, അല്ലെങ്കിൽ റീസെറ്റ് ആവും. ഈ ഒരു നെറ്റ്വർക്ക് റീസെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്പിൾ ID, വാട്സപ്പ് ഡാറ്റ, ഫേസ്ബുക്ക് ഡാറ്റ അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡാറ്റാസും പോകുന്നതായിരിക്കില്ല. ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. പക്ഷേ വൈഫൈ ഡാറ്റ അങ്ങനെ നെറ്റ്വർക്ക് സംബന്ധമായ എല്ലാ ഡാറ്റാസും പോകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ടായി വരുന്നതാണ്. ആ റീസ്റ്റാർട്ടിന് ശേഷം നേരെ നിങ്ങളുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആവുന്നത് കാണിക്കും. ഇവിടെ ചെറിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫോൺ ഓഫ് ആയിരിക്കണം, അതേപോലെ പ്ലഗിനായിരിക്കണം, വൈഫൈ കണക്റ്റ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് പ്ലേഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് റീഇൻസ്റ്റാൾ ആവും. ഈ റീഇൻസ്റ്റാൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 95% റീഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു ചാൻസ് ആണ് നമുക്ക് കണ്ടിരിക്കുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ സെയിം ഐഡിയ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അത് നമ്മുടെ ഈ പറഞ്ഞ വീഡിയോസിൻ്റെ താഴത്ത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് കുറച്ച് വർക്ക് ചെയ്ത ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ സെയിം മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതേപോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ, പ്രത്യേകിച്ച് ഇമേജ് പ്ലേഗ്രൗണ്ട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. വർക്കാവുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത് വരുന്ന ഒരു കാര്യമാണ് iOS 18.2 വന്ന മേജർ ബഗ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു iOS 18.2 വന്ന ബഗ്ഗാണ് ഫൈനാൻഷ്യൽ ആപ്പ് ക്രാഷ് ആവുന്ന ഒരു ബഗ്. എസ്പെഷ്യലി SBI യോണോ എന്നുള്ള ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്നുണ്ടെന്ന് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേര് പറയുന്നുണ്ട്. എനിക്കും ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു ഫിനാൻഷ്യൽ ആപ്പ് എടുക്കുമ്പോൾ ക്രാഷ് ആയി പോകുന്ന ഒരു ഇഷ്യൂ. പക്ഷേ iOS 17 എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് നമ്മുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കും. റീസ്റ്റാർട്ട് ചെയ്തിട്ടും നമ്മുടെ ഡിവൈസിൽ ഈ പറയുന്ന ബഗ് മാറിയില്ലെങ്കിൽ ആ ഒരു സ്പെസിഫൈ ആപ്ലിക്കേഷൻ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. എന്നിട്ട് റീഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്നും കൂടി ഈ പറയുന്ന യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്യാൻ നോക്കും. ചില സമയത്ത് നമ്മുടെ റീഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ആപ്പ് ആ ഒരു ക്രാഷ് നിർത്തും, അല്ലെങ്കിൽ ആ ഒരു ബഗ് പോകുന്നുണ്ടാവും. ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബഗ് അല്ലെങ്കിൽ ക്രാഷ് റിപ്പീറ്റായി വരുന്നുണ്ടെങ്കിൽ അടുത്ത അപ്ഡേഷൻ വരെയും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ iOS 18.2 വന്ന ബാറ്ററി ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യം നോക്കാം. ബാറ്ററി എനിക്ക് ആസച്ച് ഡീസൻ്റ് ആയിട്ട് തന്നെ പോകുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ബാറ്ററി പ്രശ്നമാകുന്നുണ്ട്, ചാർജിങ് ടെറബിളാണ്, അതേപോലെ ബാറ്ററി സ്റ്റാറ്റസ് നന്നായിട്ട് കുറയുന്നുണ്ട് എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റിന് ശേഷം കുറേയധികം നേരമെടുക്കും ബാക്ക് ടു ട്രാക്കിലേക്ക് വരാൻ. ചില സമയത്ത് 1-2 ദിവസം എടുക്കും നമ്മുടെ ബാറ്ററി സ്റ്റേറ്റസ് ഒന്ന് തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട്. കാരണം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേയധികം മാറ്റങ്ങളാണ് നിങ്ങളുടെ ഡിവൈസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 2 ദിവസം നിങ്ങൾ എന്തായാലും ബാറ്ററിയുടെ കാര്യങ്ങളോ കൺസേണോ നോക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഫോളോ വീഡിയോയിൽ ഈ ഒരു ബാറ്ററിയുടെ കാര്യം ഞാൻ പൊതുവെ പറയുന്നത്.
ഒഫീഷ്യൽ വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ ബാറ്ററി പറയാത്തത് ഒഫീഷ്യൽ വീഡിയോ അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റിന് ശേഷം കുറച്ചധികം ബഗുകളും ബാക്കി ബാറ്ററി സ്റ്റേറ്റസിനും ഒരു ടൈം അതെടുക്കുന്നുണ്ട്. ഇവിടെ ബാറ്ററി ചാർജിങ് നോക്കുകയാണെങ്കിൽ ഞാൻ 90% എൻ്റെ ബാറ്ററി ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നേരത്തെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 90% ബാറ്ററി വന്നിരിക്കുന്നത്. ബാറ്ററി സൈക്കിൾ നോക്കുകയാണെങ്കിൽ 52%, മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100% നിൽക്കുന്നത്. അതോടൊപ്പം എൻ്റെ ഈ ഒരു ബാറ്ററി സ്റ്റാറ്റസും ആക്ടിവിറ്റി നോക്കുമ്പോൾ മനസ്സിലാവും. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറും 3 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 57 മിനിറ്റുമാണ്. ലാസ്റ്റ് ഒരു 10 ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ബാറ്ററിയും ഞാൻ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവും ഈ പറഞ്ഞ iPhone 16 ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേറ്റിന് ശേഷം ഒരു 2 ദിവസം എടുക്കും ഒന്ന് ആ ഒരു ബാക്ക് ടു പിച്ചിലേക്ക് വരാനായിട്ട്. അതോടൊപ്പം പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ആൻഡ് സ്മൂത്തായിട്ട് തന്നെയാണ് ഈ iOS 18.2 എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ ലാഗോ അതേപോലെ ക്രാഷോ എനിക്ക് ആസ് ഓഫ് നോ ഇത്രയും നാളും യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 18.2 ആ ഒരു പെർഫോമൻസ് ഫീഡ്ബാക്കും അതേപോലെ ബാറ്ററി പെർഫോമൻസും എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ iOS 18.2.1 എന്ന് പറഞ്ഞാൽ ഒരു ബഗ് ഫിക്സ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബഗ് ഫിക്സ് തന്നെയായിരിക്കും. കുറേയധികം ഫിനാൻഷ്യൽ ആപ്പുകൾ ക്രാഷ് ആകുന്നുള്ള റിപ്പോർട്ട് ആപ്പിളിന് ലഭിക്കുന്നതെന്നാണ് നമ്മൾക്കറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ iOS 18.2.1 എന്ന അപ്ഡേഷൻ ചിലപ്പോൾ നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ഫോളോ അപ്പ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് iOS 18.2 കുറച്ചധികം പുതിയ അപ്ഡേഷൻസും ഫീച്ചേഴ്സും ഇമേജ് പ്ലേ ഗ്രൗണ്ട് ആ ഒരു ആപ്പ് റീഇൻസ്റ്റാളേഷനും ആൻഡ് നിങ്ങൾക്ക് ബഗ് ഫിക്സും iOS 18.2.1 ഒരു അപ്കമിങ് അപ്ഡേഷനും എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് അറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയാസിലും നമ്മളുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evica.